ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഇന്നത്തെ കാഴ്ച എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ഇന്നത്തെ അല്ലാത്ത കാഴ്ചയും കൊടുത്തിട്ടുണ്ട്, ഒരു പൂവ് കേട്ടോ. അപ്പോൾ വളരെ രസമാണ്. എപ്പോഴും ഞാൻ പറയുന്ന ഒരു സെൻറ്റൻസ് ആണത്. വളരെ രസകരമായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞിട്ട് പോവുകയാണ്. ഓരോ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴത്തേനും വേറെ വേറെ കാഴ്ചകളാണ് നമ്മുടെ കണ്ണിൽ കാണുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ എടുത്ത പൂവാണ്. അതായത് മസ്റ്റാർഡിൻ്റെ കടുകിൻ്റെ പൂവാണ്. വളരെ രസമാണ് കടുകിൻ്റെ പാടങ്ങളൊക്കെ പൂത്തു നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഇന്ന് കണ്ട കാഴ്ചകളിൽ ഉൾപ്പെട്ടതാണിത്. അപ്പോൾ അവരുടെ ഗോത്രം ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത് ഈ ഇവർ ഉടുക്കുന്ന ഡ്രസ്സ് അനുസരിച്ചാണ്. അപ്പോൾ ഈ ദീദിമാർ ഉടുത്തിരിക്കുന്നതും ബ്ലാക്ക് കളറുള്ള മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. അതിൻ്റെ മണ്ടയിൽ ഗ്രീൻ കളറുള്ള കച്ച പോലത്തെ തോർത്ത് പോലത്തെ ഒരു സാധനം, തോർത്തല്ല, ഉടുക്കും. അപ്പോൾ ഇവരുടെ വിവാഹം കഴിഞ്ഞതിൻ്റെ അടയാളമാണ് ആ പച്ച കളറുള്ള ഇത് കച്ച പോലെ കിട്ടുന്നത്. അപ്പോൾ ഈ മുണ്ടിൻ്റെ ഡിഫറെൻറ്റ് കളറുള്ള മുണ്ടുകളുണ്ട്. അത് ഓരോ ഗോത്രവർഗ്ഗക്കാരും ഡിഫറെൻറ്റ് ഡിസൈനിലുള്ള കളറിലുള്ള ഈ മുണ്ടാണ് ധരിക്കുന്നത്. വളരെ രസമാണ്. എല്ലാവരും ഒരേപോലെയൊക്കെ മുണ്ടൊക്കെ ഉടുത്തി അവരുടെ ഇതിലേക്ക് മീറ്റിങ്ങിലേക്ക് പങ്കെടുക്കുന്നത്. ഇത് പേനയല്ല, നോക്കി, പേനയാണോ അല്ലയോ? ഞാനോർത്ത് പേനയാണെന്നാണ് ഓർത്ത് തടി കൊണ്ട് നിർമ്മിച്ചത്. പക്ഷേ ഇത് പേന അല്ലായിരുന്നു. അത് തുറന്നപ്പോഴത്തേനും ഒരു പിച്ചാത്തിയാണത്. 300 രൂപയാണ് ഒരെണ്ണത്തിനെന്ന് പറഞ്ഞു. അവരുണ്ടാക്കുന്നതാണ്. രസമുണ്ടത് കാണാനായിട്ട്. അപ്പോൾ ഇവിടെയുള്ള ഓരോരുത്തരും അല്ലെങ്കിൽ ഓരോ ഗോത്രവർക്കാരും ഡിഫറൻറ്റ് സൈസിലുള്ള വാളുകൾ, കത്തികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ അതായത് ഓരോ ഗോത്രവർഗ്ഗക്കാരും അവരുടെ ആ കത്തിയിലും വാളിൽ അതിൻ്റെ അതിടുന്ന പൗച്ചൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പം അങ്ങനെ അവരുടെ ഡ്രസ്സിങ് രീതിയും അതുപോലെ തന്നെ അവരുടെ ഈ വാളും കണ്ടിട്ടാണ് അവരുടെ ഗോത്രം ഏതാണെന്ന് മനസ്സിലാകുന്നത്. ഇവരിലധികം പേരും വനത്തിൽ പണി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ തോളിൽ ഈ കത്തിയും തൂക്കിയിട്ടാണ് അവർ നടക്കുന്നത്. അത് കാണുമ്പോഴത്തേനും എനിക്ക് മനസ്സിലാക്കിയാൽ ഇപ്പം ചിലതൊക്കെ കാണുമ്പോഴത്തേനും ഡ്രസ്സൊക്കെ ഇപ്പം തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ. എന്നിട്ട് ആദ്യം ഞാൻ ഓർക്കും ഇവരെല്ലാം ഈ വാളൊക്കെ ആയിട്ട് നടക്കുന്നല്ലോ എന്നൊക്കെ ഓർക്കുമായിരുന്നു. പിന്നെ നക്സലൈറ്റൊക്കെ ഉള്ള ഏരിയയൊക്കെ ഉണ്ട് കേട്ടോ. കൂടുതലും കാടാണ്. അതോടൊപ്പം തന്നെ മുള ഉള്ള ഈ ഏരിയയിൽ ഒരുപാട് ആനകൾ ഇറങ്ങാറുണ്ട്. ആനകൾ ഇതിൻ്റെ മുള കിളിർത്ത് വരുമ്പോഴത്തേനും അത് തിന്നാനായിട്ട് ഇറങ്ങാറുണ്ട്.